മുഖ്യമന്ത്രിയുടെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വെച്ച് മാസപ്പടി വന്നു എന്നുള്ള നറേറ്റീവ് ഇവിടെ ഇല്ല. ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടന് തന്നെ അങ്ങനെ ഒരു ആഖ്യാനമില്ല. സൂര്യ പറഞ്ഞു കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തയ്ക്കാൻ തോന്നുന്നു. 16/8/2014 വന്ന സുപ്രീം കോടതി വിധി അനുസരിച്ച് എന്തുകൊണ്ട് ഈ സർക്കാർ കർത്തയുടെ ഭൂമി നോട്ടിഫൈ ചെയ്തില്ല? അത് ചോദ്യമല്ലേ എം വി നികേഷ് കുമാർ? കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. എന്റെ കയ്യിൽ ഇപ്പോ സുപ്രീം കോടതി വിധിയില്ല. ഞാൻ ഇന്ന് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം സുപ്രീം കോടതി വിധിയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയന്റെ കയ്യിൽ ഒരു സുപ്രീം കോടതി ഉത്തരവ് മുട്ടായി പോലെ കിട്ടുകയാണ്. ആ മുട്ടായി പോലെ കിട്ടിയ ഉത്തരവ് വ്യവസായ നയത്തിന്റെ ഭാഗമായി എന്നതാണ് മാത്യു കുഴൽനാടന്റെ ആക്ഷേപം. 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന ഖനനാനുമതി നൽകാൻ കഴിയുമായിരുന്നു. ഇല്ല, കഴിയില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം സർക്കാർ അവിടെ പ്രതിഷേധമുണ്ട്. അവിടെ 2007 തന്നെ VS അച്യുതാനന്ദന്റെ കാലത്ത് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന ഖനനത്തിന്റെ നയമുണ്ട്. ആ നയത്തെ മറികടന്നുകൊണ്ട് ഇടതുമുന്നണിക്ക് പോവുക സാധ്യമല്ല. പക്ഷേ എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ പിണറായി വിജയൻ എന്താ ചെയ്തത്? മാത്യു കുഴൽനാടന്റെ ആരോപണം അനുസരിച്ച് സുപ്രീം കോടതി വിധി പ്രകാരം ആ സുപ്രീം കോടതി വിധി പരിപാലിക്കപ്പെടും എന്നുകൂടി 2018 വ്യവസായ നയത്തിൽ എഴുതി ചേർത്തു എന്നാണ് മാത്യു കുഴൽനാടന്റെ ആക്ഷേപം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ എന്ന് പറഞ്ഞാൽ അത് കർത്തയ്ക്ക് അനുകൂലമാണ്. മാത്രവുമല്ല, നോട്ടിഫൈ ചെയ്യുന്നില്ല, ലീസ് എഗ്രിമെന്റ് തുടരുന്നു. CMRL 2 ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എം വി നികേഷ് കുമാർ? അങ്ങനെ പറഞ്ഞൂടാ. ഇതൊരു കാലഘട്ടത്തിലും ഈ 2014 കോടതി ഉത്തരവ് പ്രകാരം ഈ ലാൻഡ് ഒരിക്കലും നോട്ടിഫൈ ചെയ്യപ്പെടരുത്. നോട്ടിഫൈ ചെയ്യപ്പെടാതിരുന്നാൽ ലീസ് എഗ്രിമെന്റ് ഇൻടാക്ട് ആണ്. നിലവിൽ ലീസ് എഗ്രിമെന്റ് പ്രകാരം അദ്ദേഹത്തിന് ഈ 2023 ഡിസംബർ മാസം 18 വരെ ലീസ് എഗ്രിമെന്റ് പ്രകാരം ഖനനം ചെയ്യാനുള്ള അനുമതി ഉണ്ട്. പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളല്ല അതിന് കഴിയുന്നില്ല, അത്രയേ ഉള്ളൂ. എന്താ അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ അത് 2016 മുതൽ അതിൽ കണ്ണടച്ചു എന്നതാണ്. അല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നോക്കൂ, എനിക്ക് ഇത് എന്റെ പണി. 2016 അധികാരം ഏൽക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അനുമതി നൽകുക എന്ന ഒരൊറ്റ സാഹചര്യം മാത്രമേ ഉണ്ടായി. പക്ഷേ അല്ലല്ല, അതിനകത്ത് നോട്ടിഫൈ ചെയ്ത് എടുക്കാം സ്റ്റേറ്റിന് ആവശ്യമുണ്ടെങ്കിൽ എന്നുണ്ട് എം വി നികേഷ് കുമാർ. ആ സുപ്രീം കോടതി വിധിയിൽ തന്നെ കർത്തയ്ക്ക് അനുകൂലമായി വിധിക്കുമ്പോഴും സ്റ്റേറ്റിന് വേണ്ടി സുപ്രീം കോടതി വിധി വന്ന 8/4/2016 മുതൽ എന്ത് തടസ്സമാണ് ഇടതുമുന്നണി സർക്കാരിന് ഉണ്ടായിരുന്നത് കർത്തയുടെ ഭൂമി നോട്ടിഫൈ ചെയ്യാൻ? കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു. യാതൊരു വിധത്തിലും ഒരു മണൽത്തരി പോലും ഖനനം ചെയ്യാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നമ്മുടെ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ CPM പ്രതിനിധികൾ വരുന്നില്ലല്ലോ. എന്താണ് വരാത്തത്? നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോണ ഞങ്ങളുടെ ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. വരണ്ടേ? കാര്യങ്ങൾ ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക്, ലോ ഓഫ് ദ ലാൻഡ് സ്ഥിതിക്ക് അതങ്ങോട്ട് വിശദീകരിക്കാമല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? അങ്ങനെയെങ്കിൽ 2019 വളരെ സുവ്യക്തമായ ഒരു ഭേദഗതി സർക്കാർ കൊണ്ടുവന്നല്ലോ. ഭേദഗതി കൊണ്ടുവരുന്നു, അത് അറിയിക്കുന്നു, സംസ്ഥാനങ്ങളെ അറിയിക്കുന്നു, പിന്നീട് അത് നിർദ്ദേശമായി വരികയാണ്. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും നടപ്പാക്കണമെന്ന കൃത്യമായ നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശം വന്ന ശേഷവും എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. 5 വർഷമാണ് അതിന്മേലെ അനങ്ങാതിരുന്നത്. അപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഉത്തരവിൽ വ്യക്തതയുണ്ടോ? ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഉത്തരവിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തർജ്ജമ ചെയ്തതിൽ മനഃപൂർവ്വം ഭേദഗതി അതെ കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മയപ്പെടുത്താനുള്ള ശ്രമം കൃത്യമായി നടന്നിട്ടുണ്ട്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അങ്ങനെയെങ്കിൽ എന്തിനാണ് മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് ശേഷം ഇതിലൊരു ക്ലാരിറ്റി വരുത്തുന്നത്? CMRL അനുമതിയില്ല എന്നൊരു ക്ലാരിറ്റി വരുന്നത് എന്താണ്? നേരത്തെ അത് നടപ്പാക്കിയിട്ടുണ്ട്. എന്തിനാണ് ആ ക്ലാരിറ്റിയുടെ ആവശ്യം? സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ്. സുജയ പാർവതി, ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് സുജയുടെ ടേക്ക് എന്താണ്? കർത്തയ്ക്ക് നേരെ കണ്ണടച്ചു എല്ലാവരും.
പണമുള്ളവൻ കൃത്യമായ അധികാരത്തിന്റെ ഇടനാഴികളിൽ കടന്നു കയറി എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്മേൽ ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ സാങ്കേതികമായുള്ള സുപ്രീം കോടതി വിധി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് എത്രത്തോളം ന്യായം നിരത്തിയാലും അതിൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ ശശിധരൻ കർത്തയ്ക്കും CMRLനും സ്വാധീനമുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ ആർക്കൊക്കെ പണം നൽകി, എത്ര വീതം പണം നൽകി, അതിലേക്കൊക്കെ അന്വേഷണം നീളുകയും അത് പുറത്തു വരികയും ചെയ്യേണ്ടതാണ്. മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട, പക്ഷേ കൈകൾ വിരിച്ചു കാണിച്ചാൽ ആ കനം ഇല്ലാതെയാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും.